എല്ലാവർക്കും നമസ്കാരം. നല്ല ചൂട് കാലത്ത് കുടിക്കാൻ പറ്റുന്ന റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് റെസിപ്പിയാണ് ഇന്ന് കരിക്ക് മിൽക്ക് ഷേക്ക്. വളരെ സിമ്പിളായി 1-2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കരിക്ക് മിൽക്ക് ഷേക്ക് തയ്യാറാക്കാൻ മെയിനായിട്ട് വേണ്ടത് കരിക്കിൻ്റെ കഴമ്പാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വിളഞ്ഞ കരിക്കാണ്. ഒരുപാട് തേങ്ങയുടെ അടുത്ത് എത്തിയിട്ടില്ല, പക്ഷെ എന്നാൽ അത്യാവശ്യം നല്ല വിളഞ്ഞിട്ടുണ്ട്. നല്ല മധുരമുള്ള കരിക്കാണിത്. ഇതിലും കുറച്ച് വിളവ് കുറഞ്ഞ കരിക്കിൻ്റെ കഴമ്പെടുത്താലും നല്ല ടേസ്റ്റി ആയിരിക്കും. അതാകുമ്പോൾ കുറച്ച് കൂടുതൽ അളവെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു കരിക്കിൻ്റെ കഴമ്പാണ് എടുത്തിട്ടുള്ളത്. 2 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. മധുരത്തിനനുസരിച്ച് എടുക്കാം. ഈ ഒരു കരിക്ക് ഷേക്കിന് കരിക്കിൻ്റെ ടേസ്റ്റ് മുന്തി നിൽക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് കരിക്കിൽ മധുരം ഉണ്ടാവും. കുറച്ച് പഞ്ചസാര എടുത്താൽ മതി, അല്ലെങ്കിൽ പഞ്ചസാരയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്തി നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. നന്നായി തണുപ്പിച്ച പാലാണ് എടുക്കേണ്ടത്. ചിൽഡ് മിൽക്ക് എടുക്കാം, കുറച്ചുകൂടി ഒന്ന് കട്ടിയാക്കിയിട്ടുള്ള പാലെടുക്കാം. അപ്പോൾ കരിക്ക് കുറച്ച് കട്ടിയായതുകൊണ്ട് പാല് കുറച്ചൊന്ന് ലൂസായത് എടുത്താണ്. അപ്പോൾ നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് എടുക്കാം. കരിക്ക് ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ച് വെക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചെടുത്താൽ മതി. കരിക്ക് കുറച്ച് വിളഞ്ഞ കരിക്കാവുമ്പോൾ ഇത് അരഞ്ഞു കിട്ടാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പാലൊഴിച്ച് ആദ്യം നല്ല മഷി പോലെ അരച്ചെടുക്കുക. കൂടുതൽ പാലൊഴിച്ചാൽ അത് അരയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ കൂടെ ഏകദേശം ഒരു 3 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. 500 ml പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലിൻ്റെ ഒരു കുറച്ച് മാത്രം ആദ്യം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്ത് അതിന് ശേഷം കുറച്ച് പാല് ചേർത്ത് നല്ല പോലെ മഷി പോലെ അരച്ചെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നല്ല ചൂടത്ത് ഈ ഒരു ഡ്രിങ്ക് വളരെ റിഫ്രഷിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനിയും നല്ല റെസിപ്പീസായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.